രണ്ടേ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. ഒന്ന്, പുൽവാമ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ബോർഡറിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയായിരുന്നു. അവിടെ ഹൈവേയിൽ ട്രക്കിൽ ഈ വെടിമരുന്ന് നിറച്ച വാഹനം കിടന്നത് എന്തുകൊണ്ട് ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എന്നൊരു ചോദ്യം അന്ന് ചോദിച്ചിരുന്നു. സത്യപാൽ മാലിക് എന്നൊരു ഗവർണറുടെ ചോദ്യം ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന ഈ പഹൽഗാം എന്ന് പറയുന്നത് അതിർത്തിയിൽ നിന്ന് ഏകദേശം 200ഓളം കിലോമീറ്റർ ഉള്ളിൽ കിടക്കുന്ന പ്രദേശമാണ്. എന്തുകൊണ്ട് ഇത്രയും നാളായി ഭീകരവാദികൾ നുഴഞ്ഞു കയറി വന്നിട്ടും 2.5 ലക്ഷത്തോളം നമ്മുടെ ധീര സൈനികർ കാവൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ വിവരം അറിയാൻ കഴിയാതെ പോയി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെയുണ്ട്. 2000ഓളം പഹൽഗാമിലെത്തുന്ന തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് എന്തു സൗകര്യവും സുരക്ഷയുമാണ് ഒരുക്കി കൊടുത്തത് എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ സാധാരണ ജമ്മു കാശ്മീർ പോലീസിന്റെ സേവനമല്ലാതെ മറ്റാരുടെ സേവനവും ഈ പറയുന്ന വാലിയിലുടനീളം ഉണ്ടായിരുന്നില്ല എന്നതാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സെക്യൂരിറ്റി ലാപ്സസ് കൂടി ഇനി വരും ദിനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ടേക്ക് ഇതാണ്. ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ഈ നിമിഷം നമ്മൾ സർക്കാരിനോടൊപ്പം നിൽക്കുന്നു. ഈ വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഈ നിമിഷം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം ഒരൊറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സോടെ ഭീകരവാദത്തിൻ്റെ രാഷ്ട്രരൂപമായ ഒരു രാഷ്ട്രത്തെ നമ്മൾ നേരിടുക എന്നതാണ്. ഒറ്റ ശബ്ദമായി ഇന്ത്യ നിൽക്കുക എന്നുള്ളതാണ്. സയ്യിദിൻ്റെയും ഈ പറയുന്ന രാമചന്ദ്രൻ്റെയും പല്ലവിയുടെയും ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും ഒന്നും നഷ്ടങ്ങളെ നമുക്ക് ലഘൂകരിച്ച് കാണാനേ കഴിയില്ല എന്നുള്ളതാണ്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഈ സർക്കാരിന് ഒപ്പം തന്നെ നമ്മൾ നിൽക്കുന്നു. പാകിസ്ഥാനെതിരെ എടുക്കുന്ന ഏത് തീരുമാനത്തെയും നമ്മൾ ആ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.